പഠനകാലം മുതൽ പിതാവ് ബേബിയുടെ കാർഷിക വൃത്തിയിൽ സഹായിയായിരുന്നു ഉപ്പുതറ സ്വദേശി ബിബിൻ. ഇതിനിടെയാണ് തേനീച്ച വളർത്തലിനോട് കമ്പം തോന്നിയത്. അങ്ങനെ ചെറിയ തോതിൽ തേനീച്ച കൃഷി ആരംഭിച്ചു. തേനീച്ചകൾക്ക് പൂമ്പൊടി ശേഖരിക്കാൻ വിവിധയിനം ചെടികൾ നട്ടുവളർത്തി. എന്നാൽ വർഷകാലത്ത് ചെടികൾ പൂവിടാതായതോടെ ഈച്ചകൾക്ക് ആഹാരമില്ലാതായി. അങ്ങനെയിരിക്കെയാണ് ഏത് സമയത്തും പൂക്കൾ വിരിയുന്ന ജബോട്ടിക്കാബ എന്ന ബ്രസീലിയൻ മരമുന്തിരിയെക്കുറിച്ചറിയുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും വിവിധതരം മരമുന്തിരി തൈകൾ വാങ്ങി ബ്രാങ്കോഡാസി, ബ്രാങ്കമൻ, റെഡ് ഹൈബ്രിഡ്, മെക്സിക്കൻ വൈറ്റ് തുടങ്ങി 150ലധികം ഇനം മരമുന്തിരി ചെടികൾ ഇപ്പോൾ ബിബിൻ്റെ നഴ്സറിയിലുണ്ട്. ചെടികൾ കൂടിയതിനനുസരിച്ച് തേനീച്ച യൂണിറ്റുകളും വർദ്ധിപ്പിച്ചു. ഇപ്പോൾ വൻതേനും ചെറുതേനുമായി 420 പെട്ടി ഈച്ചകളുണ്ട്. സമീപത്തെ കർഷകരുടെ ഏലത്തോട്ടങ്ങളിലാണ് ബിബിൻ്റെ തേനീച്ച പെട്ടികൾ. ഈച്ചകൾ പരാഗണം നടത്തുന്നതിനാൽ കർഷകർക്കും ഇത് സഹായകരമാണ്. കൂടുതൽ ഉൽപ്പാദനവും ഉണ്ടാകും. തേന് ഓരോ പ്രദേശത്തെ തേനും ഓരോ കളറായിരിക്കും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, മണത്തിൽ വ്യത്യാസം ഉണ്ടാവും, കളറിലെല്ലാം വ്യത്യാസം ഉണ്ടാകും. പിന്നെ ജലാംശത്തിൽ വ്യത്യാസം വരും. തേന എപ്പോഴും നമുക്കിപ്പോൾ ഈ ഒരു കൂട്ടിൽ നിന്ന് ഈ പ്രാവശ്യം എടുക്കുന്ന തേനായിരിക്കുമല്ലോ ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുമ്പോഴത്തെ തേൻ്റെ കളറും മണമൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ മരത്തിനനുസരിച്ച് അതേ നിന്ന് കിട്ടുന്ന തേന്, പൂമ്പൊടി എല്ലാം വ്യത്യാസമായിരിക്കും. ചില ചെടികളിൽ നിന്ന് വെള്ളപ്പൂമ്പൊടി കിട്ടും, ചിലതിൽ നിന്ന് ഓറഞ്ച് പൂമ്പൊടി ആയിരിക്കും, ചിലതിൽ നിന്ന് മഞ്ഞയായിരിക്കും. അങ്ങനെ പൂമ്പൊടി, തേനെല്ലാം ഓരോ ചെടിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. 1 കിലോ ചെറുതേനിന് 6500 രൂപയും വൻതേനിന് 1000 രൂപയും കിട്ടുന്നുണ്ടെന്ന് ബിബിൻ പറയുന്നു. മരമുന്തിരിപ്പഴങ്ങളിലെ വിത്ത് പാകി കിളിർപ്പിച്ച് ചെടികളാക്കി വിൽക്കുന്നുമുണ്ട്. 150 രൂപ മുതൽ 3000 രൂപ വരെ വിലയുള്ള വിവിധ ഇനം തൈകളാണ് ബിബിൻ്റെ നഴ്സറിയിലുള്ളത്. തേനും ചെടിയും വിൽക്കുന്നതിലൂടെ 7 ലക്ഷം രൂപ വരെ ഒരു വർഷം കിട്ടുന്നു. തേനിനും മരമുന്തിരി തൈകൾക്കും ആവശ്യക്കാരേറി വരുന്നുണ്ടെന്നും കേരളത്തിലെ മണ്ണിൻ്റെ ഘടന മരമുന്തിരി കൃഷിക്ക് അനുയോജ്യമാണെന്നും ബിബിൻ പറഞ്ഞു. മരമുന്തിരിയുടെ 1000-ലധികം ഇനങ്ങളുണ്ട്. ഭാവിയിൽ ഇതെല്ലാം തൻ്റെ നഴ്സറിയിൽ എത്തിക്കണമെന്നും പഴങ്ങൾ ജാം കമ്പനികൾക്ക് നൽകി കൂടുതൽ വരുമാനമുണ്ടാക്കണമെന്നുമൊക്കെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ സ്വപ്നം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.